അങ്ങനെ ഭഗവത്ഗീതയും കൃപാസനൻ ലെവലിലേക്ക്. അയ്യയ്യയ്യേ, മോശം. ഇനി ഇതൊക്കെ അരച്ച് കലക്കി കുടിക്കേണ്ടി വരുവോടെ. ഈ വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അതിനു മുമ്പ് ഞാൻ ഇങ്ങനെ പറയാനുണ്ടായ സാഹചര്യം ഒരു വാർത്തയാണ്, ജന്മഭൂമിയിൽ വന്ന വാർത്ത. അതിനുശേഷം നിങ്ങളെ ഒരു വീഡിയോ ക്ലിപ്പും ഞാൻ കാണിക്കാം. നമുക്ക് ഫസ്റ്റിലെ ആ വാർത്ത എന്താണെന്നൊന്ന് നോക്കാം. ഒരു പേജ് പോലും അഗ്നിക്കിരയായില്ല, അത്ഭുതമായി ഈ പുണ്യഗ്രന്ഥം. എയർ ഇന്ത്യ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഭദ്രമായി ലഭിച്ച് ഭഗവത്ഗീത. ന്യൂഡൽഹി, 241 പേരുടെ ജീവനെടുത്ത എയർ ഇന്ത്യ വിമാനാപകടം നടന്ന ദുരന്ത സ്ഥലത്ത് നിന്ന് ലഭിച്ചത് അഗ്നിക്കിരയാകാത്ത പുണ്യഗ്രന്ഥം ഭഗവത്ഗീത. ഒരു പേജ് പോലും കത്തിയിട്ടില്ലാത്ത ഭഗവത്ഗീതയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ചില പേജുകളിൽ ചെറുതായി ചാരം പറ്റിയതൊഴിച്ചാൽ പുസ്തകത്തിന് മറ്റ് കേടുപാടുകൾ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അപകട സ്ഥലത്ത് വെച്ച് ഒരാൾ ഭഗവത്ഗീതയുടെ പേജുകൾ മറിച്ചു നോക്കുന്നത് ക്ലിപ്പിൽ കാണാം. പുസ്തകം പൂർണ്ണ രൂപത്തിൽ തന്നെ ലഭിച്ചിട്ടുണ്ട്. അപകടത്തിൽ പേജുകൾ കീറുകയോ കത്തിപ്പോവുകയോ ചെയ്തിട്ടില്ല. ഇതിനെക്കുറിച്ച് ചോദിച്ചറിയുന്ന മാധ്യമപ്രവർത്തകയും ഭഗവത്ഗീതയിൽ തൊട്ടു വന്നിക്കുന്നത് കാണാം. ജീവിതത്തെക്കുറിച്ച് ഒരു കാഴ്ചപ്പാട് നൽകുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ശരിയായ രീതിയിൽ മനസ്സിലാക്കിയാൽ ഒരു വ്യക്തിക്ക് വളരെ നല്ല ജീവിതം നയിക്കാൻ സഹായിക്കും. ഇത്രയും വലിയ അപകടമുണ്ടായിട്ടും കേടുപാടുകളൊന്നും ഇല്ലാതെ ലഭിച്ച ഭഗവത്ഗീത അത്ഭുതമാണെന്നും ചിലർ പറയുന്നു. അത്ഭുതം, മഹാ അത്ഭുതം തന്നെ. നമുക്ക് ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്കാം. आपको ये यहाँ डबरी से मिला भगवत गीता? हाँ, यहाँ से मिला। यहाँ से मिला? हाँ जी। सब कुछ जल चुका है बट भगवत गीता सेफ है। हाँ जी। आप कहाँ किस संस्था के साथ जुड़े हुए? मैं संस्था के साथ नहीं जुड़ा हूँ, आप सिविलियन वॉलंटियर हूँ मैं। वॉलंटियर? यस यस। तो आप एक बार और दिखाएंगे, आप ये दिखाएंगे और क्या आप थोड़ा अपना एक्सपीरियंस बताएंगे कब मिला, कितने दिन पहले? जी जी, ये मुझको लगभग 15-20 मिनट पहले ही मिला हुआ है। ठीक है, यहाँ पे ही पड़ा था, करीब 8:30 पौने 9 के आसपास। 15-20 मिनट पहले आप समझ सकते हो। ठीक है, लेकिन कहने का मतलब ये है कि इतनी गर्मी, मतलब 50,000 से भी ज़्यादा लीटर पेट्रोल तो होगा, और ये यहाँ पे ब्लास्ट इतना बड़ा हुआ है, सारी चीज़ें जल गई है। ठीक है, इसको कुछ नहीं हुआ। अंदर के पेजेस भी ठीक है? एवरी एक से एक पेज सेफ है। मैं आपको अंदर से खोल के दिखा सकता हूँ। ठीक है, आप देख सकते हो, सिर्फ छोटा होल पड़ा हुआ है, बाकी के सारे पेज नीट एंड क्लीन है, आप पढ़ भी सकते हो। एक भी पेज में कुछ नहीं हुआ। तो हम ऐसा मान सकते हैं, सिंपल कहते हैं जाको राखे साईं मार सके ना कोई, तो एक को तो एक तो सर्वाइवर है ही, एक से ज्यादा भी है। वैसे भी 2 लोगों को रेस्क्यू किया गया है जो जिंदा है। ठीक है, तो मतलब इसमें भी मेन इनका कंसेप्ट क्या है, कर्म का कंसेप्ट है। ठीक है, कि जैसा कर्म करोगे वैसा फल पाओगे। യുക്തിപരമായിട്ട് ചിന്തിക്കുന്നവർക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പിടികിട്ടി കാണുമല്ലോ. ഭഗവത്ഗീത വളരെ അത്ഭുതമായി പോയല്ലേ. വിമാനം മൊത്തം കത്തി അമർന്നിട്ട് പോലും ഈ പുസ്തകത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല. മഹാ അത്ഭുതമായിട്ടാണ് പുള്ളിക്കാരൻ ഇതെല്ലാം കാണിക്കുന്നത്. ഇനി നാളെ ഒരു പക്ഷേ ഇത് ഒരു ക്ഷേത്രം പോലെ എന്തെങ്കിലും പണിതിട്ട് അവിടെ ആളെ കയറ്റി സംഭാവനകൾ, പിരിവുകൾ, പുതിയ രീതിയിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ, ഇപ്പം നമ്മളീ പറഞ്ഞ പോലെ ഉദ്ദിഷ്ട കാര്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും വഴിപാടുകൾ കാര്യങ്ങളൊക്കെ തുടങ്ങും. കണ്ടോണം, ആളെ ക്യൂ നിർത്തി കയറ്റും. ഇതൊക്കെ എന്തോന്നാ ഇത് വെറും ഒരു പുസ്തകമല്ലേ. ഈ പുസ്തകത്തിനെ എടുത്ത് വെച്ചിട്ട് നിങ്ങളെന്തിനെ ആരാധിക്കുന്നേ? ഇതിനകത്തെ കണ്ടൻ്റ് അല്ലേ നമ്മൾ മനസ്സിലാക്കണ്ടേ. ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കുക. ഞാനിത് വായിക്കാറുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ചോറുണ്ടോണ്ടിരിക്കുമ്പോഴായിരിക്കും ഇത് വായിക്കുന്നത്. എന്താ ചിലപ്പോൾ കറി പറ്റും, നോ പ്രോബ്ലം. ഇത് വെറും ഒരു ബുക്ക് മാത്രമാണ്, മനസ്സിലായോ. അടുക്കള പോയിരിക്കുമ്പോൾ ചിലപ്പോൾ വായിക്കും, തിണ്ണാൻ പോയിരുന്ന് വായിക്കും. എനിക്ക് എപ്പോഴാണോ വായിക്കാൻ തോന്നുന്നത് അവിടെ ഞാൻ എടുത്തിട്ട് വായിക്കും. ചില ആൾക്കാരുണ്ട് ഇതെടുത്ത് വെച്ചിട്ട് പൂജാമുറി കൊണ്ട് വെച്ചിട്ട് ഒരു സാമ്പ്രാണിയും കത്തിച്ച് വെച്ചിട്ട് ഒരു നിലവിളക്കം കത്തിച്ച് വെച്ചിട്ട് അതിനെ ഇങ്ങനെ പൂജിച്ചുകൊണ്ടിരിക്കും. ഇത് തുറന്നു നോക്കത്തില്ല, ഇതിനകത്ത് എന്നാണെന്നൊന്നും അവർക്കറിയത്തില്ല. ഇത് വായിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇവരിങ്ങനെയൊന്നും പെരുമാറത്തില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ 1ാം ക്ലാസ്സിൽ നിന്ന് കയറിയെന്നേ ഞാൻ പറയത്തുള്ളൂ. 1ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ദൈവം എന്തെങ്കിലും കൊണ്ട് തരുമെന്നും വിചാരിച്ചിട്ട് കുറേ പുഷ്പാഞ്ജലിയും കഴിച്ച് അമ്പലത്തിൽ പോയിരുന്നിട്ട് ഇങ്ങനെ തൊഴുന്നു. പിന്നീടാണ് ക്ഷേത്രം എന്താണെന്ന് മനസ്സിലാക്കിയതും കാര്യങ്ങളും ഇപ്പോൾ യുക്തിപരമായിട്ട് ചിന്തിക്കാനും എല്ലാം എന്നെ സ്വാധീനിച്ചത്. ആദ്യമായിട്ട് എന്നെ സ്വാധീനിച്ചൊരു പുസ്തകമാണ് ഇത്. അതുകൊണ്ട് എനിക്കിതിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഇത് വെറും ഒരു ബുക്കാണെന്ന് മാത്രം മനസ്സിലാക്കുക, അല്ലാതെ ഈ സാധനത്തിന് അത്ഭുതം പ്രവർത്തിക്കാനൊന്നും അറിയത്തില്ല. ഇത് നമ്മളുടെ ആധുനിക കാലഘട്ടത്തിൽ പ്രിൻറ്റിങ് ടെക്നോളജി ഉപയോഗിച്ച് പുറത്തിറങ്ങി വരുന്ന ജസ്റ്റ് ഒരു ബുക്ക് മാത്രമാണ്. മനുഷ്യൻ കണ്ടുപിടിച്ച പേപ്പറും മനുഷ്യൻ കണ്ടുപിടിച്ച മഷിയുമാണ് ഇതിലുള്ളത്, അല്ലാതെ ഇതാ വേറൊന്നുമില്ല. ഇതിനകത്ത് കണ്ടൻറ്റ് പഠിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിനെ എടുത്ത് വെച്ചിട്ട് പ്രാർത്ഥിക്കുന്ന കഴിഞ്ഞാൽ കൃപാസനം ഇതുമായിട്ട് എന്നാണ് വ്യത്യാസം? കൃപാസനം ഇതും തമ്മിൽ എന്താ വ്യത്യാസം? കൃപാസനം പത്രം ആരാധിക്കുന്നവരെന്താ പറയുന്നത്? പത്രം എടുത്ത് തല വെച്ച് കഴിഞ്ഞാൽ തലവേദന മാറും, വയറ്റത്ത് വെച്ച് കഴിഞ്ഞാൽ വയറുവേദന മാറും, വേറെ എവിടെയെങ്കിലും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വയറിളക്കം നിൽക്കും, അരച്ച് കലക്കി കുടിച്ചവരുണ്ട് എന്ന് പറഞ്ഞ പോലെ ഭഗവത്ഗീതനെ ആ രീതിയിലോട്ട് എത്തിക്കാനുള്ള പരിപാടിയാണ് ഇവർ കാണിക്കുന്നത്. മനസ്സിലാകുന്നില്ല.
ഭഗവത്ഗീത മാത്രമല്ല, ബൈബിളും ഖുറാനും ഏത് സാധനമാണെന്ന് പറഞ്ഞാലും ഈ പുസ്തകത്തിന് എത്ര വലിയ രീതിയിലൊന്നും ആരാധിക്കേണ്ട കാര്യമില്ല. അതിനകത്ത് കണ്ടൻറ്റ് നല്ലതാണെങ്കിൽ എടുക്കുക, ചീത്തയാണെങ്കിൽ തള്ളിക്കളയുക, ഇത്രയേ ഉള്ളൂ. എന്നാലും ഇത്രയും അത്ഭുത ശക്തിയുള്ള എൻ്റെ ഭഗവത്ഗീത ഇത്രയും മനുഷ്യന്മാർ വെന്ത് വെണ്ണീറാകുന്നത് കണ്ടു നിന്നിട്ടും അവരെ ഒന്നും രക്ഷിക്കാതെ സ്വയം രക്ഷപ്പെടാൻ തോന്നിയ ആ മനസ്സുണ്ടല്ലോ, അത് വളരെ വലുത് തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റുകയില്ല. എല്ലാം ദൈവാനുഗ്രഹം. കഴിഞ്ഞ ദിവസം ഹാഷ്മി പറയുന്നത് കേട്ട്, അതിൽ നിന്നും ആ അപകടത്തിൽ നിന്നും ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടല്ലോ, എല്ലാം ദൈവാനുഗ്രഹമാണെന്ന്. അപ്പോൾ ഈ അപകടത്തിൽപ്പെട്ട ആളുകളൊക്കെ മരിച്ചത് ആറാ തീരുമാനമാണ്? അത് ചെകുത്താൻ്റെ ആയിരിക്കും അല്ലേ? കഷ്ടം തന്നെ.